ഹലോ, ഞാനിന്ന് കിങ്ങിണിയും കൊണ്ട് പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഇവള് കുറച്ച് ദിവസം കൊണ്ട് പറയുന്നുണ്ട് ചേച്ചി പോകുമ്പം എന്നെയും കൂടി വിളിക്കണേന്ന്. അങ്ങനെ ഞാൻ ഇന്ന് ഇവളെയും കൂടി കൂട്ടി. അങ്ങനെ വീട്ടിലേക്ക് 3-4 ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ട് കുറച്ചധികം നേരം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. ബസ് വരാൻ ലേറ്റ് ആയിരുന്നു. പിന്നെ അതിനിടയ്ക്ക് കുറേ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു. അവളെന്നോട് പറഞ്ഞു ചേച്ചി നിൽക്കി, ഞാൻ ചേച്ചിയുടെ വീഡിയോ എടുത്തരാമെന്ന് പറഞ്ഞ് അവൾ എൻ്റെ ബേക്ക് വശമൊക്കെ എടുത്ത് വീഡിയോ ആക്കി. ബസ് സ്റ്റോപ്പിൽ ഞങ്ങൾ നല്ല പോസ്റ്റായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ അവളുമായിട്ട് നിന്നെടുത്ത ഫോട്ടോ കേട്ടോ. പിന്നെ അതൊക്കെ സ്റ്റോറി ആക്കിയതിന് ശേഷം ഞങ്ങൾക്ക് ബസ് കിട്ടി. ബസ് കയറി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തി. വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഭയങ്കര മാറ്റം തോന്നി. ഉണ്ടായിരുന്ന പുല്ലും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി ഇപ്പോഴും പണി കിടക്കുകയാണ് കേട്ടോ അവിടെ. എന്തായാലും മൊത്തത്തിൽ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ പൂച്ചക്കുട്ടി ഓടുന്നുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ചിപ്പക്കൂട്ടൻ എന്നത്തെയും പോലെ എന്നെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസം ഞാൻ വന്നതുകൊണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട്. അവനെൻ്റെ പേര് പറഞ്ഞാലോ ഗേറ്റിൽ ആരെങ്കിലും ഒന്ന് വിളിച്ച് പോലും അവന് പെട്ടെന്ന് മനസ്സിലാകും ഞാനാണോ. അതുകൊണ്ട് അവന് ഏതിരിട്ടത്ത് പോലും എന്നെ മനസ്സിലാവും അവന് കേട്ടോ. അതുകൊണ്ട് ആ ഒരു കുറച്ച് നേരത്തേക്ക് ആ സ്നേഹം ഉള്ളു കേട്ടോ പുള്ളിക്കാരന്. പിന്നെ അങ്ങ് പൊക്കോളും. പൂച്ചയോട് ഞാൻ കിന്നാരം പറയാൻ പോയപ്പോഴത്തേക്കും അവിടെ അവൻ വന്നു കേട്ടോ അതിനെ തെറപ്പിക്കാനായിട്ട്. അങ്ങനെ ഒരു കുശുമ്പനും കൂടാണ് ഇവൻ. അവനിങ്ങനെ സങ്കടം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുമ്പോഴായിരിക്കും അവൻ കൂടുതൽ നമ്മളെ അടുത്ത് നിന്ന് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തോ വല്ലാണ്ട് പുള്ളിക്കാരെ കുറേ നേരത്തേക്ക് എൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ എൻ്റെ ചിപ്പ് മോൻ. ഇവിടെ ഒരാൾ ക്യാമറ ഓൺ ആക്കിയപ്പോൾ തന്നെ ഓടി മറയുന്നുണ്ട് കേട്ടോ. ചേട്ടൻ്റെ മോനും വൈഫും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് വീട്ടിൽ. പിന്നെ അമ്മയും അച്ഛനും ഒക്കെ അവരുടെ ഓരോ പണികളിലും. പിന്നെ പാറുവാണെങ്കിൽ കണ്ണും പൊത്തിക്കൊണ്ട് നടപ്പുണ്ട് കേട്ടോ. അറിയില്ലേ ഇവിടെ ഞാൻ ക്യാമറ ഓണാക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ പൊത്തി പൊത്തി നടക്കാറുണ്ട്. എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. ഇനി ഫിൽറ്ററിൻ്റെ കുറവുകൊണ്ടാണോ എന്നറിയില്ല. ഇവനും ക്യാമറ അലർജിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറേ നേരം അവ ഒളിച്ച് കളിച്ചെങ്കിലും അവസാനം ഞാൻ പിടിച്ചു കേട്ടോ. ഇവൻ്റെ പേരാണ് ശിവ തേജസ്. ഞങ്ങളെ ശിവ എന്നാട്ടോ വിളിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം അവനോട് വർത്താനമൊക്കെ പറഞ്ഞു. അച്ഛൻ ഇവിടെ ഇരുന്ന് എന്തോ അമ്മയുടെ കുറ്റമൊക്കെ പറയുന്നുണ്ട്. അത് വക വയ്ക്കാതെ അമ്മയുടെ ജോലിയിലേക്ക് തന്നെ ഏർപ്പെടുന്നതാണ് കേട്ടോ. പിന്നെ എന്നെ കൈകിട്ടുണ്ട് അച്ഛൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കൊണ്ടു ചെന്നാലും ബിസ്ക്കറ്റ് അമ്മ എനിക്ക് പൊട്ടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കഴിക്കാനുള്ള നേരമായി. ഇന്ന് സ്പെഷ്യൽ ചിക്കൻ കറി ആയിരുന്നേ. ഇന്നിങ്ങനെ സ്പെഷ്യൽ ഡേ ഒന്നും അല്ലായിരുന്നു കേട്ടോ. അമ്മയും അച്ഛനും കൂടി എന്നെ വിളിച്ചു. അങ്ങനെ കുറച്ച് ചിക്കനൊക്കെ മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് പയറുതോരനും പിന്നെ കുറച്ച് സലാഡൊക്കെ കൂട്ടി ഞങ്ങളിന്ന് വാഴയിലാണ് കേട്ടോ കഴിച്ചത്. സോറി, ചിക്കൻ ഫ്രൈ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പാറു ഇവിടെ എപ്പോൾ ചിക്കൻ മേടിച്ചാലും ഫ്രൈ കഴിക്കും കേട്ടോ. ഫ്രൈ വെക്കും കേട്ടോ. അങ്ങനെ നമ്മളുടെ സ്പെഷ്യൽ ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. നന്നായിട്ട് ചോറ് കഴിച്ചു. സാധാരണ സൺഡേയിലാണ് ഞങ്ങളിവിടെ ബിരിയാണിയും ചിക്കൻ കറിയൊക്കെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് ചോറും കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല കേട്ടോ, അച്ഛനൊന്ന് പെൻഷൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് എല്ലാവരെയും വിളിച്ച് സൽക്കരിച്ചത്. ഇവരോട് ഞാൻ പിടിച്ചു നിർത്തി ഫോട്ടോ എടുക്കാൻ പോനെയെന്ന് പറഞ്ഞിട്ടോ ഞാൻ നിൽക്കുന്നത്. അവൻ്റെ വീഡിയോ ആണെന്ന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. പിന്നെ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഉച്ചയ്ക്ക് ഉറങ്ങി കേട്ടോ. അവരാരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു ദിവസം എൻ്റെ വീട്ടിൽ വരുമ്പോൾ അതെനിക്കൊരു ഭയങ്കര സമാധാനമുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.